അതായത് വരാനുള്ള തെരഞ്ഞെടുപ്പിൽ UDFന്റെ കേക്ക് വോക്ക് ആയിരിക്കുകയില്ല. അവർക്ക് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ ജയിച്ച പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ച പോലെ ഇപ്രാവശ്യം ജയിച്ചു കയറാൻ പറ്റില്ല. BJP അതിനിർണായക ഘടകമായിട്ട് മാറുന്നു. ഇപ്പൊ കേരള കോൺഗ്രസിന്റെ ഒരു ഗ്രൂപ്പ് പോയാലും ഇത്ര പ്രത്യാഘാതമൊന്നും ഉണ്ടാവത്തില്ല. നമുക്കറിയാം കേരള കോൺഗ്രസ് ഇത്ര വോട്ടേ ഉള്ളൂ, അവർക്ക് ഇത്രയും ആളുകളേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഉണ്ടായേക്കുന്ന അതൊന്നും അല്ല. 2020 എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ന്യൂ ജനറേഷൻ പാർട്ടിയാണ്. ഒന്നാമത്. രണ്ടാമത്, ട്രഡീഷണൽ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും, അതായത് അവരുടെ ഒരു ഉദ്ദേശ ലക്ഷ്യമെന്ന് പറയുന്നത് വികസിത കേരളം തന്നെയാണ്. ഇൻഡസ്ട്രിയലൈസ്ഡ് കേരളം, ഡെവലപ്മെന്റ് ഉണ്ടാക്കണം, അഴിമതി പൂർണ്ണമായിട്ട് മാറ്റണം. അത് തന്നെയാണ് സാബു ജേക്കബ് പിച്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിൽ അവർക്ക് 4ഓളം പഞ്ചായത്തുകൾ കിട്ടി. അവർക്ക് ഇത്ര പെർസെൻറ്റേജ് വോട്ടുണ്ട് എറണാകുളം ജില്ലയിൽ. അതേപോലെ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ഇലക്ഷനിൽ പഞ്ചായത്തിൽ ഏകദേശം 800ഓളം പഞ്ചായത്ത് വാർഡുകളിലാണ് ഇവർ മത്സരിച്ചത്. അവർക്ക് വോട്ട് ഷെയർ ഉണ്ട്. അതേപോലെ ഒറ്റയ്ക്ക് മത്സരിച്ച് കേരളത്തില് ഈ പറയുന്ന കേരള കോൺഗ്രസിന് ഈ പല പാർട്ടിക്ക് എവിടെയാണ് വോട്ട് ഷെയർ ഉള്ളത്? ഒറ്റയ്ക്ക് മത്സരിച്ച് ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്ക് ജയിക്കാൻ സാധിക്കും? ഇത് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് അവർ കിഴക്കമ്പലത്ത് കൊണ്ടുവന്ന ഒരു മോഡലുണ്ട്. അതേപോലെ തന്നെ അവർ കൊണ്ടുവന്നൊരു ഷോപ്പുണ്ട്. അതായത് വളരെ തുച്ഛമായ റേറ്റിൽ നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാം. പിന്നീട് ആ പല പഞ്ചായത്തിൽ, പ്രത്യേകിച്ച് കിഴക്കമ്പലം പഞ്ചായത്തിൽ റോഡുകളുണ്ടായ വികസനം. ഞാൻ ആലുവയിൽ താമസിച്ച സമയത്ത് അവിടെ താമസിക്കുന്ന പല ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കിയത്, ഞാൻ ഈ സാബു ജേക്കബിന് ഇന്റർവ്യൂ ഇട്ടുണ്ട്. അപ്പൊ അന്നും സാബു ജേക്കബ് മോദിയുടെ ഒരു ഫാനാണ്. അന്ന് ഞാനിന്ന് സാബു ജേക്കബിനോട് പറഞ്ഞിട്ടുണ്ട്, എന്താണ് താങ്കളുടെ ഈ പാർട്ടി അങ്ങ് BJPയിൽ പോവുകയാണെങ്കിൽ കേരളത്തിൽ മറ്റൊരു പൊളിറ്റിക്കൽ ഫോഴ്സായിട്ട് അങ്ങ് വരുമല്ലോ BJP.